ഈ വർഷത്തെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് രേഖാചിത്രം. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ ആസിഫ് അലി ഇവിടെ വന്നിട്ട് ഖത്തറിലൊരു റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ റെജിഞ്ഞാടിനും ഭാവിയൊക്കെ കൂടി പോയിണ്ടായിരുന്നു അതിൻ്റെ ഇനോഗ്രേഷന്. ഞാൻ തിരക്കായാലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പോയില്ല. പക്ഷെ അത് വിചാരിച്ചത്ര തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഇവിടെ ഇനാഗുറേഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ഡൈനിങ് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ കഴിഞ്ഞില്ല. ആസിഫ് അലി പോയപ്പോൾ ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ അതിനുശേഷം എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ മിഥുനൊക്കെ ഉണ്ടായിരുന്നു, മിഥുൻ. അപ്പൊ മിഥുനും അവിടെ ഒരുപാട് പരിപാടികൾ അതിനുശേഷം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളതിന് വെയിറ്റ് ചെയ്തില്ല. അപ്പൊ എന്തായാലും ഇന്ന് ഒന്ന് പുറമേ നിന്ന് കഴിക്കാന്ന് വിചാരിച്ചപ്പോ എന്തുകൊണ്ട് ഇന്നലെ ഉദ്ഘാടനം ചെയ്ത പുതിയ സ്ഥലം തന്നെ ഒന്ന് ട്രൈ ചെയ്തുകൂടാ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മള് സിഗ്നേച്ചർ ബൈ മാർസ എന്നാണ് റെസ്റ്റോറൻറ്റിന്റെ പേര്. അപ്പോ നമ്മളൊന്ന് അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ ഫുഡ് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ ബാബ? ഓക്കെ. അമ്മ വന്നിട്ട് നമ്മൾ ഇതുവരെ അങ്ങനെ പുറത്ത് അധികം പോയിട്ടില്ല. ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് വില്ലാജിയോ മാളിൽ പോയി. നമ്മൾ പക്ഷെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പോയത്. അപ്പൊ പിന്നെ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. അപ്പൊ ഇന്ന് ഐസ്ക്രീം നമ്മൾ വാങ്ങാറുള്ള പോലെയല്ലോ വാങ്ങിയുള്ളൂ. അവിടെ ഒന്ന് കഴിച്ചോ? കാറിലിരുന്നല്ല കഴിച്ചു. അപ്പോ ഇനിയിപ്പോ അധികം പുറത്തു പോയി കഴിക്കലൊന്നും നടക്കുമെന്നൊന്നും അറിയില്ല. ഡേറ്റ് എടുത്തോണ്ടിരിക്കാണ്. അപ്പൊ ഇന്നെന്തായാലും പോവാന്ന് വിചാരിച്ചു. അപ്പൊ അമ്മയ്ക്ക് വന്നിട്ട് പുറത്ത് കറങ്ങാൻ പോവാനും റെസ്റ്റോറന്റിൽ പോവാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുപോവാണ്, അല്ലേ അമ്മ? അപ്പൊ എനിക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല അല്ലേ? മൂടി വെച്ചൊക്കെ. നമ്മളെവിടേക്കാ പോണേ? ആസിഫ് അലി എന്തിനാ ഇവിടെ വരുന്നേ? നമുക്ക് പോയി നോക്കാല്ലേ എന്തായാലും. Branding on. പതിനൊന്ന് 12 13 14 ആളുണ്ട് സതീശൻ തോപ്പിക്കാൻ. എന്നാൽ പിന്നെ തുടങ്ങട്ടെ. 1 2 3 49 51 എനിക്കറിയാം നീ ജയിക്കുന്നു. ഞാൻ വെറുതെ വിളിച്ചതാണ്, വെറുതെ ആൾക്കാരെ നാളെ കിടന്നത്. Anybody to beat 52? 7, 8, 9, 10, 11, 62, 63, 64, 64. Money. Break up the money. ചെറിയ പോയിട്ട് ജോലിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് അല്ലേ? Qatar, make some noise! Make some noise! അസ്സലാമു നമസ്കാരം. ഒരുപാട് സന്തോഷം. ഇങ്ങനെ സ്നേഹത്തോടെ ആളുകൾ കാണാൻ വന്ന് നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. അതില് നമ്മളെ എല്ലാവരെയും കൂട്ടി ഇണക്കുന്ന ഒരു ഫാക്ടർ ഭക്ഷണമാണ്.
ഞാൻ ശരിക്കും ഇദ്ദേഹത്തോട് പറയാറുണ്ട്, ഇവിടെ ഇനോഗ്രേഷന് വരാന്ന് പറയുമ്പോൾ പോലും ഇത് ഇത്രയും വലിയൊരു പ്രസ്ഥാനമാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്കത് ദുബായിൽ പോലും നമ്മള് ഒരു മലയാളി ഇനീഷ്യേറ്റീവിൽ ഇത്രയും വലിയൊരു റെസ്റ്റോറന്റ് നമ്മൾ കണ്ടിട്ടില്ല. അത് സംഭവിച്ചത് ഈ വർഷം നമുക്ക് ശരിക്കും പറഞ്ഞ സിനിമ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കിട്ടില്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമ. മലയാളത്തിന് പക്ഷെ ആദ്യത്തെ കത്തികൾ എത്തിച്ചതെന്നറിയോ? ഈ വർഷത്തെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് രേഖാചിത്രം. രേഖാചിത്രം കണ്ട ആൾക്കാർ മാത്രം കഴിയും. അപ്പൊ ഇനിയും കാണാത്തവര് സോണി ലിവിലുണ്ട്. പിന്നെ കഴിഞ്ഞ ഒരു വർഷത്തെ നമുക്കിപ്പോ ഇതിനു മുമ്പ് ആസിഫ് ഇവിടെ വന്നതിന്റെ കഥ മഞ്ജു പറയുന്നത് വന്നത് ലെവൽ ക്രോസിന് വേണ്ടിയിട്ടാണ്. ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ അംഗീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് എല്ലാ ഫെസ്റ്റിവലുകളിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതില് ഇനിയും അംഗീകാരങ്ങൾ ആസിഫിനെ തേടി എത്തട്ടെ എന്നുള്ളൊരു ആഭ്യന്തര കുറ്റവാളി എന്തായാലും കൂടി പറയും. ആഭ്യന്തര കുറ്റവാളി അടുത്ത മാസം റിലീസാണ്. അതിന്റെ പ്രൊമോഷന് ഖത്തറിലൊരു വരവ് ഇൻഷാല്ലാ വരുന്നുണ്ട്. ആ സമയത്ത് അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ പറയുന്നതായിരിക്കും. ആസിഫ് എന്താണ് ഇഷ്ടപ്പെടുന്നത്? ഫസ്റ്റ് നമുക്ക് അതിന്റെ സർവേയിലാണ്. ഫിഷ് മാംഗോ കറി, മട്ടൺ ബിരിയാണി, ഫിഷ് മാംഗോ കറി. ആസിഫ് ഇപ്പോൾ പറഞ്ഞ ഫിഷ് മാംഗോ കറിയും മട്ടൻ ബിരിയാണിയും ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇൻറ്റീരിയറാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിരുന്നു സംഭവങ്ങളെല്ലാം. പിന്നെ അവിടെ ഇന്നലത്തെ വീഡിയോ പ്ലേ ചെയ്യണ്ടായിരുന്നു. അതിലൊരു ഫ്രെയിമിൽ ഞാനും ഭാവിയും പെട്ടിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം ഇല്ല, നമ്മള് ഇതല്ല പറഞ്ഞ മാംഗോ ജ്യൂസ്. അത് മാത്രമായിട്ട് കൊടുക്കില്ല. നന്നായി കുക്ക് ചെയ്തിട്ടുള്ള മട്ടനാണ്. സുഖമായിട്ട് കഴിക്കാം.
ഈ ഫുഡ് ഇഷ്ടമായോ? ഏത് ഫുഡ് ഏറ്റവും ഇഷ്ടമായ? മാംഗോ ജ്യൂസ് മുഴുവൻ കുടിച്ചില്ലല്ലോ. എന്നിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടായില്ലേ? ഇല്ലേ? കഴിക്കൂല. ഫുഡൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ മട്ടൻ വിചാരിച്ചത്ര ഒരു ഇതായില്ല. പക്ഷെ നന്നായി കുക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിക്കാൻ നല്ല സുഖമായിരുന്നു. കൊറേ ആൾക്കാർ സദ്യ കഴിക്കണ്ടായിരുന്നു. അതാണ് സദ്യ കഴിഞ്ഞു. ആ അതെ. സദ്യ എന്തോ സീ ഫുഡ് സംഭവമില്ലേ സദ്യയില്? സമുദ്ര ആ സദ്യ. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാം. അതെ, അതാകുമ്പോ ഫിഷ് ആയിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പ്രതീക്ഷയോട് ബൈ.